എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു സൂപ്പർ അവിയലാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് ചേർത്തിരിക്കുന്ന ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മുൻപേ മുരിങ്ങയ്ക്ക ചേർത്തിട്ടുണ്ട്, പടവലങ്ങ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചേനയുണ്ട്, ഏത്തക്കായുണ്ട്, അച്ചിങ്ങ പയറുണ്ട്, വെള്ളരിക്കായുണ്ട്, പിന്നെ മത്തങ്ങ. പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ എന്താ വെച്ചാൽ ഞാൻ അവിയലിടുമ്പം അവിയൽ വെക്കുമ്പോഴുണ്ടല്ലോ മാങ്ങ ചേർത്തിക്കാറുണ്ട്. പച്ച മാങ്ങ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഞാനിത് കഴുകി കുക്കറിലിട്ട് ഒരു 3 അടിയൊക്കെ ആകുമ്പോഴത്തേനും അവിയലിൻ്റെ പാകമാവും. ഇതാണ് ഇന്നത്തെ ലഞ്ചിനുള്ള സ്പെഷ്യൽ അവിയൽ. അവിയലിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസേൽ ഒരു 2-3 വിസിൽ കയറ്റി ഓക്കെ റെഡിയാവും. അവിയലിൻ്റെ അരപ്പിനായിട്ടുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാവേ. അപ്പോൾ ഞാൻ തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ശകലം മുളക് പൊടി, 1 ടീസ്പൂൺ വേണ്ട, ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അതൊരു ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാം. ഒത്തിരി നന്നായിട്ട് അരയില്ലല്ലോ. സാധാരണ നമ്മൾ കല്ലിൽ അരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ഒതുക്കിയെടുക്കാം നല്ല രീതിയിൽ. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിക്സിയിലും എടുക്കാനായിട്ട്. കുറച്ച് മീൻ വറുക്കാവേ. ചെറിയ കൊഴുവാ മീനായിരുന്നു ഇത്. വറുത്തെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത് തീരെ ചെറിയ കൊഴുവാ മീൻ ടൈപ്പല്ല. പല ടൈപ്പ് വരാറുണ്ട്. ഇത് ഇനി ഒഴുവൽ എന്നിങ്ങനെ പറയും, അതും പറയും. പിന്നെ വലിയ കൊഴുവായെന്നും പറയും. അങ്ങനത്തെ ഇതാണ്. അപ്പം കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ ചെറുതായതുകൊണ്ട് പെറുക്കി കഴിക്കാൻ നല്ല മൊരിച്ച് എടുത്തു കഴിഞ്ഞാൽ അവിയൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പം അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശകല വെളിച്ചെണ്ണ. ഓക്കെ, എന്നിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. അവിയൽ വന്നിട്ടുണ്ട്. അവിയലാണ്.